2025 ന്യൂ ഇയർ ഞങ്ങളിന്ന് ആഘോഷിക്കുകയാണ്. തുപ്പലൊക്കെ തെറിക്കുന്നത് ആ ഭാഗം ഞാൻ കഴിച്ചോളാം. 2025 നമ്മുടെ പുതുവർഷം അതിഗംഭീരമായി ഇതുവരെ കാണാത്ത രീതിയിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിന് കുറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്ന് തന്നെ ചിന്തിക്കണം. മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരേപോലെ ജീവിക്കരുത്. ഒരേപോലെ നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരേപോലെ ആയിരിക്കും. നിങ്ങൾ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്ന ഭാഗം ഒരേ സ്ഥലത്തായിരിക്കും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ചക്ക് അങ്ങനെ കുളി ഉണ്ടെങ്കിൽ പിന്നെ ഒരേ സ്ഥലത്തായിരിക്കും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സോപ്പ് തേക്കുന്ന ഭാഗം മിക്കവാറും ദിവസവും അല്ലെങ്കിൽ ഒരു വിധം ദിവസങ്ങളിലൊക്കെ സോപ്പ് തേച്ച് നമ്മൾ തുടങ്ങുന്നത് ഒരേ സ്ഥലത്തായിരിക്കും. ചിലർ തലയിൽ, ചിലർ കയ്യിൽ, ചിലർ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഷർട്ട് ഇടുന്ന ആദ്യത്തെ ബട്ടൺ ഇടുന്നത് ഒരേപോലെ ആയിരിക്കും. നമ്മുടെ ജീവിതം ഒരേപോലെയാണോ? പലപ്പോഴും ചിന്തിച്ച് നോക്കിയേ. നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലും ഒരേ സാധനമായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഒരു യാത്ര പോയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? യാത്ര ചെയ്യൂ. ചേഞ്ച് ഇൻ സീനറീസ് ആൻഡ് സീസൺസ്. നമ്മൾ എന്നും കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാവട്ടെ. പുതിയ കാഴ്ചകൾ കാണട്ടെ. പൈസ നോക്കരുത്, പൊക്കോളും. വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന ദിവസം ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ കയറിപ്പോയിട്ട് വല്ല മലയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി ഉരുണ്ട് തഴവാ. ഒരു മാറ്റമുണ്ടോ ജീവിതത്തിൽ? ഏതോ ഒരു കമൻറ്റ് വായിച്ചു, ബോറടിച്ചിരിക്കായിരുന്നു. പിന്നെ ഞാനെടുത്ത് വിറക് പെറുക്കി തീ കൊടുത്തു. പിന്നെ ആംബുലൻസായി, പോലീസായി, കേസായി. ഇപ്പം നല്ല നേരമ്പോക്കുണ്ട്. ഒരു ഫേസ്ബുക്ക് കമൻ്റാണ്. അതേപോലെ എന്തെങ്കിലും ചെയ്യുന്നത് ഞാനിതിൽ കാര്യമായിട്ട് തന്നെ പറയാം. ഈ ന്യൂ ഇയറെങ്കിലും ഇതുവരെ മാറ്റിവെച്ച കുറേ കാര്യങ്ങൾ ചെയ്യും. സീനറീസ് സീസൺസ് ഒക്കെ മാറി പുതിയ തരം ഭക്ഷണം കഴിക്കും. എന്നും ഈ ചോറും മീൻകറി ഉണ്ടെങ്കിലേ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം ചപ്പാത്തി ഇല്ലെങ്കിലേ ഇറങ്ങുള്ളൂ. മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതവിടെ ഒന്നോട്ടെ. ഹെയർ സ്റ്റൈല് മാറ്റണം. ഹെയർ സ്റ്റൈല് എത്ര കാലമായി ഒരേപോലെ കണ്ട്. ചിലവരുണ്ട് പനങ്കുല പോലെ മുടി വളർത്തിയിട്ട് നാട്ടുകാർ മുഴുവൻ ഗംഭീരം മുടി കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ട് അതും ആവാഹിച്ചിട്ട് ഈ പാവം അതും പിടിച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ കഷ്ടപ്പാട്. കിടന്നുറങ്ങുമ്പോൾ ഇതെവിടെ കൊണ്ടുപോയി വെക്കണം? ബസ്സിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ പറന്നിട്ട് ബാക്കിലുള്ള മൂന്നാളുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അവരിരുന്ന് ചുമച്ച് പ്രാവിയിട്ട് കണ്ടക്ടർ പറയാം ഒന്ന് കെട്ടിവെക്ക്, അല്ലെങ്കിൽ ആ കമ്പിയും പിടിച്ച് കെട്ടിവെക്ക്. അത് വലിയ മുടി. ഇതിൻ്റെ പേരിൽ കുളിക്കാതിരിക്കുക. കുളിക്കും, പക്ഷെ തല കുളിക്കാതിരിക്കുക. എപ്പോഴും ആരെയൊക്കെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുകയാണ് ഇതൊക്കെ. വെട്ടിയൊക്കെ കള. ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ബന്ധുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഞെട്ടട്ട് ഒന്ന് മാറ്റം വരുത്ത്. ബോഡിയിലൊക്കെ ഒരു മാറ്റം വരുത്ത്. 6 പാക്ക് ഒക്കെ ഉണ്ടാക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നേ? ഇവിടെ നോക്കരുത്. ഇത് പറയാന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. നിങ്ങളോട് പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് എനിക്കിതിന് സമയമില്ലാണ്ടായിപ്പോയത്. അപ്പോൾ ഇത് നോക്കരുത്. ആദ്യം തൻ്റെ 6 പാക്ക് അതുണ്ടാക്ക്. കുറേ കാലം താടി വെച്ച് നടന്ന ഒരാൾ ഒന്ന് ഷേവ് ചെയ്തിട്ട് ഒരു വ്യത്യസ്തത ഉണ്ടാക്കട്ടെ. അല്ലാതെ എല്ലാം ഒരേപോലെ ജീവിക്കുക അതിനല്ലല്ലോ. അല്ലേ മാഷേ? പറ. ഈ ന്യൂ ഇയറിന് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഒരു ആഗ്രഹം പറ, വെറുതെ. ഇത് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. പക്ഷേ ഇത് ന്യൂ ഇയറിൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് എടുക്കണം. ഗീതാ മിസ്സിൻ്റെ ആഗ്രഹം എന്താ? അല്ലെങ്കിലും ഇത് പണിയെടുക്കേണ്ട കാര്യം പറയുള്ളൂ. വെരി ഗുഡ്. അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം. വെരി ഗുഡ് എക്സലന്റ്. നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്പാൻഷനിലേക്ക് ചിന്തിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ മാറ്റർ. ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങണം. കുറേ പേർക്ക് ജോലി കൊടുക്കണം, വികസിക്കണം. അപ്പോൾ ഈ ന്യൂ ഇയറിനെ ഇതുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. കാശ് ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടി വെക്കല്ലേ, ഇടയ്ക്കെടുത്ത് ചിലവാക്ക്. ആരോടായി പറയണം? തനിക്ക് തന്നെ ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്. സമ്പാദിച്ച് ആ സന്തോഷം ഉള്ളിലേക്ക് കയറ്റി. സന്തോഷം പൈസ കൂട്ടി വെക്കാനുള്ളതല്ല, എടുത്ത് ചിലവാക്കാനുള്ളതാണ്. അതാണ് പൈസയുടെ പണി.